السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. കോമാളി വേഷം കെട്ടി ആനയിക്കപ്പെടുന്ന ഒരു കല്യാണത്തിൻ്റെ രംഗം. അത് കണ്ടപ്പോൾ വളരെയേറെ വേദന തോന്നിയതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത്. സത്യത്തിൽ ഇത്തരം ആഭാസങ്ങളും പേക്കൂത്തുകളും കാട്ടിക്കൂട്ടുന്ന വ്യക്തികൾ അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് അവരുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, ഏതെങ്കിലും കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന, ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമായി തീരുന്ന ചില സംഗതികളാണിത്. അതുകൊണ്ട് തന്നെ ഗൗരവമായി ഉമ്മത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, സാധാരണ തെരുവ് സർക്കസുകളിലൊക്കെ കുരങ്ങ് കളി കാണാറുണ്ടല്ലോ നമ്മൾ, കോമാളി വേഷം കെട്ടുന്ന കുരങ്ങ്. ആ കുരങ്ങനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു തരം കുരങ്ങ് കളിയായിരുന്നു അത് എന്ന് നമുക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. കോമാളി വേഷം കെട്ടുകയാണ്, പവിത്രമായ വിവാഹത്തെ അവഹേളിക്കുകയും വളരെ മോശമായ നിലക്ക് അതിനെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾക്കെതിരിൽ നമ്മുടെ സമൂഹം ഉണരേണ്ടതുണ്ട്. ഏതാണെങ്കിലും കണ്ടില്ലേ സഹോദരങ്ങളെ, എത്രമാത്രം നീചമാണ്, എത്രമാത്രം മോശമാണത്. പവിത്രമായ വിവാഹത്തെ അവഹേളിക്കുകയാണ്. നിലത്ത് കിടന്നു ഉരുണ്ട് മറിഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. സത്യത്തിൽ ഈ നിലത്ത് കിടക്കുകയും ഉരുണ്ട് മറിയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുള്ളത് എവിടെയാണ്? വല്ല ബാറിൻ്റെ മുമ്പിലൊക്കെയാണ് അല്ലേ? എന്നാൽ ഈ വ്യക്തി പവിത്രമായ ഒരു വിവാഹത്തിൻ്റെ സുദിനത്തിലാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നമുക്കറിയാം, ഒരു വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. ഒരു വിവാഹം ഒത്തുവരിക എന്നത് തന്നെ റബ്ബ് നൽകുന്ന ഒരു അനുഗ്രഹമാണത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കോപിക്കുന്ന നിലക്കുള്ള, അവൻ്റെ കോപം കിട്ടുന്ന പ്രവർത്തനങ്ങൾ, ആ രൂപത്തിലുള്ള ഏർപ്പാടുകൾ, ആഭാസങ്ങൾ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് കാട്ടിക്കൂട്ടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹരംഗത്ത് വളരെ ഉത്തമമായ മഹനീയമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. ആ മാതൃകയെ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന, അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ രൂപത്തിലുള്ള കോമാളി വേഷം കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാകേണ്ട ഒരു രംഗമാണ് വിവാഹം എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം, അവൻ്റെ ബറക്കത്തുകൾ ഉണ്ടാകണം, അവൻ്റെ സഹായം ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അതൊന്നും ചിന്തിക്കാതെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്കറിയാലോ, അടുത്ത കാലത്തായി കേരളത്തിൽ വിവാഹരംഗത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ, അധിക വിവാഹവേദികളും ഇന്ന് ആഭാസങ്ങളുടെയും അതേപോലെ പേക്കൂത്തുകളുടെയും കൂത്തരങ്ങുകളായി, അതിനുള്ള വേദിയായി മാറുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വിവാഹരംഗത്ത് കണ്ടത്? എന്തൊക്കെ ആഭാസങ്ങളാണ് കണ്ടത്? ചായം വിതറിയും തെറിപ്പാട്ട് പാടിയുമൊക്കെയാണ് വധൂവരന്മാർ ആനയിക്കപ്പെടുന്നത്. വധുവിനെയും അതേപോലെ വരനെയും ഒക്കെ JCBയിലും ലോറിയിലും അതേപോലെ ഓട്ടോറിക്ഷയുടെ പുറത്തുമൊക്കെ കയറ്റിക്കൊണ്ടുപോവുകയും ആനയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ വരൻ്റെ കൂട്ടുകാർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, എന്തൊക്കെ അപകടങ്ങൾ, മരണങ്ങൾ, കൊലപാതകങ്ങൾ വരെ അതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഈ നടക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന നിലക്ക് പടക്കം പൊട്ടിക്കുകയും അതേപോലെ തന്നെ കോഴിമുട്ട കൊണ്ട് എറിയുകയും, ഇങ്ങനെ അവസാനമായി പുതുമണവാളൻ ശവപ്പെട്ടിയിൽ ആനയിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി. ഒട്ടേറെ സംഭവങ്ങൾ, ഞാൻ ആ സംഭവങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കക്കൂസിൻ്റെ മോഡലിൽ കേക്കുണ്ടാക്കി അത് വധുവരന്മാരെ കൊണ്ട് തീറ്റിപ്പിച്ചത് നമ്മുടെ കേരളത്തിലാണ്. വിവാഹരംഗത്ത് നടക്കുന്ന പേക്കൂത്തുകൾ അപകടകരമാണ്. പവിത്രമായ ഇസ്ലാം വിവാഹരംഗത്ത് മുന്നോട്ട് വെക്കുന്ന അതിസുന്ദരമായ ആശയാദർശങ്ങൾ അല്ലേ, സുന്ദരമായ മാതൃകകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. ഇതര സമുദായങ്ങൾ പലപ്പോഴും ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇത് കാരണമായി തീരുകയാണ്. ഉമ്മത്തിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിക്കാൻ കാരണമായി തീരുകയാണ്. ഉണരേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അവരുടെ ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്. മഹല്ല് നേതൃത്വം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരിൽ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഗൗരവമായ വിഷയമല്ലേ ഇത്? അവസാനിപ്പിക്കലാണ് നമുക്ക് നല്ലത്.
ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം ഭയാനകമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ആഭാസങ്ങൾ നടന്നാൽ അതിൻ്റെ അനന്തരഫലം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അതല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മാന്യന്മാരായ ആളുകൾ ഇത്തരം സദസ്സിലേക്ക് വരുമോ? വരൂല, വരാൻ കഴിയൂല. ഈ കോമാളി വേഷം കെട്ടുന്ന സദസ്സിലേക്ക് മാന്യന്മാർ വരുമോ? മാത്രമല്ല നോക്കൂ നിങ്ങൾ, ഇത് ഈ കുടുംബത്തിനുണ്ടാക്കുന്ന അപമാനം എത്രയാണ്. അത് ഇന്ന കുടുംബത്തിലാണ് നടന്നത്, സാധാരണ ആളുകൾ പറയും അത് ഇന്ന വീട്ടിലാണ് നടന്നത്, അവരുടെ സംസ്കാരം എങ്ങനെയാണ് എന്ന് മാത്രമല്ല, ഈ വ്യക്തിയെ തന്നെ അദ്ദേഹം മരിക്കുന്നത് വരെയും മരണശേഷവും ഇതിൻ്റെ ദുരന്തം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ ആളുകൾ പറയും ഇയാളാണ് കല്യാണത്തിന് അങ്ങനെ ചെയ്തത്, ഇയാളുടെ കല്യാണത്തിനാണ് അത് സംഭവിച്ചത് എന്ന് ജനങ്ങൾ അടക്കം പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. മാത്രമല്ല, ഇത്തരം പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ പോലും ഭാവിയിൽ അപമാനിക്കപ്പെടുന്ന വേദനാജനകമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ഇതിന് നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ഇത് അവസാനിക്കണമെങ്കിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ആരാണ്? പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. ഇത്തരം തോന്നിവാസികൾക്ക് ഒരിക്കലും തന്നെ തങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് അവർ തീരുമാനിക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ പറയും നമ്മളിപ്പോൾ എന്താ ചെയ്യുക, വിവാഹം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. പരമാവധി നമ്മൾ അന്വേഷിക്കുകയും അതേപോലെ നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്ന ചെക്കൻ അതല്ലെങ്കിൽ യുവാവ് ആരാണോ അയാളെക്കുറിച്ച് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ പെൺമക്കളെ ഇത്തരം ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുക്കലേക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരു യുവാവ് വരികയാണെങ്കിൽ ആ യുവാവിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു, അയാളുടെ മതം നിങ്ങൾക്ക് തൃപ്തിയാണ്, അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് തൃപ്തിയാണ് എങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കൂ. ഇല്ലെങ്കിൽ വളരെ വ്യാപകമായ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം അത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുകയല്ല, അതല്ലെങ്കിൽ സമ്പത്തുണ്ട്, ജോലിയുണ്ട്, ഭൗതികമായ സ്ഥാനമാനങ്ങളുണ്ട്, വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് കാര്യമില്ല. മറിച്ച് മതബോധമുണ്ടാകണം, സംസ്കാരമുണ്ടാകണം. ഈ നിലക്ക് കോമാളി വേഷം കെട്ടുന്ന ഇത്തരം ആളുകൾക്ക് നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല മഹല്ല് നേതൃത്വവും ഇതിൽ ഇടപെടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ മഹല്ല് കമ്മിറ്റികൾ ഇടപെടുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും, ഒരു സംശയമില്ല. പക്ഷെ അതിന് സാധിക്കണമെങ്കിൽ പള്ളി ഭരിക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ അവർക്ക് ചില യോഗ്യതകൾ ഉണ്ടാകണം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം, ആഖിറത്തിൽ വിശ്വാസമുണ്ടാകണം. അതേപോലെ തന്നെ നമസ്കാരവും സക്കാത്തുമൊക്കെ നൽകുന്നവരായി തീരണം അവർ. അള്ളാഹുവിനെ അല്ലാതെ ഒരു പടപ്പിനെയും ഭയപ്പെടരുത്. ഇതൊക്കെ പള്ളി ഭരിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട യോഗ്യതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ആ യോഗ്യതയുള്ളവരാണ് ഭരിക്കുന്നതെങ്കിൽ കൃത്യമായും അവർക്ക് ഇടപെടാൻ കഴിയും. അവരാരെയാണ് ഭയപ്പെടുന്നത്? വിരട്ടലുകളെയും അതേപോലെ തന്നെ ചില ആളുകളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും അല്ലേ, ആ പൈസ കൊണ്ട് സമ്പത്ത് കൊണ്ട് വിരട്ടുമ്പോൾ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം തിന്മകൾക്കെതിരിൽ പോരാടാൻ മഹല്ല് കമ്മിറ്റികൾക്ക്, പണ്ഡിതന്മാർക്ക്, മഹല്ല് നേതൃത്വത്തിന് സാധിച്ചാൽ ഇത്തരം തോന്നിവാസങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? മുസ്ലിം സമുദായം മൊത്തത്തിൽ അപമാനിക്കപ്പെടും, ഉമ്മത്തിന് മൊത്തത്തിൽ ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകും. ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ അനന്തരഫലമായി ബോധവൽക്കരിക്കാൻ കഴിയണം മഹല്ല് കമ്മിറ്റികൾക്ക്. വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വധൂവരന്മാർക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയണം. അതേപോലെ തന്നെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന ഖുത്ബ, ആ ഖുത്ബ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിക്കപ്പെടണം. എങ്കിലേ നമ്മുടെ മഹല്ലുകളിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. ഇതാർക്കും മനസ്സിലാകാത്ത കുറേ ഏടുകൾ വായിക്കുന്ന ഖത്തീബിന് പോലും മനസ്സിലാകുന്നുണ്ടാവില്ല ചില പദങ്ങളൊന്നും, ചില വരികളൊന്നും. എന്നിട്ട് അത് വായിച്ച് കേൾപ്പിക്കപ്പെട്ടത് കൊണ്ടൊന്നും നമ്മുടെ ഉമ്മത്ത് സമുദ്ധരിക്കപ്പെടുകയില്ല. മറിച്ച് വെള്ളിയാഴ്ചകളിൽ ഓരോ ആവശ്യമായ വിഷയങ്ങളും അതേപോലെ വന്നു ഭവിക്കുന്ന തെറ്റുകൾ, തിന്മകൾ അതിനെതിരെ ശബ്ദിക്കുമ്പോഴാണ് അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ വിവാഹം ഇങ്ങനെയാണ്, അത് ലളിതമാണ്, അത് പ്രവാചകൻ പഠിപ്പിച്ച മാതൃക ഇങ്ങനെയാണ് ഒക്കെ വിശദീകരിക്കപ്പെടുമ്പോൾ അത് ഇന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ആർക്കാണത് മനസ്സിലാകാതിരിക്കുക? അള്ളാഹു ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നവർക്കത് ബോധ്യമാകും. തെറ്റിൽ നിന്ന് മാറാൻ അതൊക്കെ ഉപകാരപ്രദമാകും. അപ്പം ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകണം. ഏതാണെങ്കിലും ഈ ഒരു സംഭവം അത് വളരെ വേദനാജനകമായൊരു സംഗതിയാണ്. അത് ചെയ്തത് ആരാണെങ്കിലും, ആരാണെന്നൊന്നും നമുക്കറിയില്ല, ആരാണത് ചെയ്തതെങ്കിലും
അവരുടൻ അതിൽ നിന്ന് തൗബ ചെയ്ത് അത്തരം പ്രവൃത്തികൾ ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ലെന്ന് തീരുമാനിക്കാൻ സമയമായിരിക്കുന്നു. ഇത്തരം പേക്കൂത്തുകൾക്കെതിരിൽ നമ്മുടെ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, രക്ഷിതാക്കൾ, അതേപോലെ തന്നെ മഹല്ല് കമ്മിറ്റി എല്ലാവരും രംഗത്ത് വരണം. പണ്ഡിതന്മാർ അവരുടെ ബാധ്യത നിർവഹിക്കണം. ഈ തിന്മകൾക്കെതിരിൽ ശബ്ദിക്കേണ്ടതുണ്ട്. മഹനീയമായ വിവാഹരംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹനീയമായ സന്ദേശങ്ങളെ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.